വിലക്കയറ്റത്തിലും പൊറുതിമുട്ടി ജനങ്ങൾ. അവശ്യ സാധനങ്ങൾക്ക് വിപണിയിൽ പൊള്ളുന്ന വിലയാണ്. ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് വില വർദ്ധിക്കുന്ന സാഹചര്യം. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ 8 രൂപയാണ് പൊതുവിപണിയിൽ ഇന്ന് 1 കിലോ അരിക്ക് വർദ്ധിച്ചിരിക്കുന്നത്. അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ്. അമൽനാഥ്, ഈ പൊതുവിപണിയിലെ പൊള്ളുന്ന വിലക്കയറ്റം സാധാരണക്കാരായ ജനങ്ങളെ വളരെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഇനി അധിക നാളുകളില്ല ഓണത്തിന്. ഈ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നൊരു അവസ്ഥയിലേക്കൊക്കെ പോകുന്ന കാര്യങ്ങൾ, ഇത്രയധികം വിലക്കയറ്റം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലും സപ്ലൈകോ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ വിലക്കയറ്റത്തിൽ ഇടപെടാത്തത്, വിപണിയിൽ ഇടപെടാത്തത് എന്നൊരു ചോദ്യം വളരെ വലിയ തരത്തിൽ ഉയർന്നു വരികയാണ് പൊതുസമൂഹത്തിൽ. തീർച്ചയായും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ജനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിൽ, അതായത് എല്ലാ ഇനങ്ങൾക്കും വലിയ രീതിയിലുള്ള വില വർധനവാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പച്ചക്കറികളാണെങ്കിൽ, അരികളാണെങ്കിൽ, വെളിച്ചെണ്ണ, അങ്ങനെ എല്ലാത്തിനും വലിയ വില വർധനവുണ്ട്. ഇപ്പോൾ സിന്ധു സൂചിപ്പിച്ച പോലെ തന്നെ ഇനി ഓണത്തിലേക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ അവശ്യ വസ്തു വർധനവ് ഉണ്ടാകുന്ന ജനങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഞാൻ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നവർ നമ്മോട് പ്രതികരിക്കുന്നുണ്ട്. ചേട്ടാ, വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എല്ലാ അവശ്യ വസ്തുക്കൾക്കും, അതായത് അരി, പച്ചക്കറി, എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട്. ഞാനൊരു ഹോസ്റ്റൽ നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കുണ്ടാകുന്ന വില എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്നിപ്പോൾ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ, പൈസ നിങ്ങളുടെ മേലിൽ കൂടേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ വില 550 രൂപയായിരുന്നു, ഇന്നിപ്പോൾ 65 രൂപയായി വില. പിന്നെ അതുപോലെ തന്നെ കോവക്കയുടെ വില എന്ന് പറയുന്നത് 40 രൂപ ഉണ്ടായിരുന്ന വില 65 രൂപയായി. 25 രൂപയുടെ വ്യത്യാസം, 15 രൂപയുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ വ്യത്യാസം തന്നെയാണ് അല്ലേ. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും വളരെ വളരെ ബുദ്ധിമുട്ടില്ലായിപ്പോൾ. എല്ലാ സാധനങ്ങൾക്കും തേങ്ങയുടെ വില, ഗ്യാസിൻ്റെ വില അമിതമാണ്. നമുക്കൊരു വിധത്തിലും തിങ്ങിക്കാൻ പറ്റില്ല. ഒരു മാസം 4 കുറ്റി വേണം ഞങ്ങൾക്ക്, ഗ്യാസ് കുറ്റി. അത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങളെങ്ങനെ നിന്നു പോകും. പിള്ളേരുടെ അടുത്ത് കാശ് കൂട്ടാൻ പറയുമ്പോൾ പിള്ളേർ കൂട്ടത്തില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഹോസ്റ്റലിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല. ഇത്തിരി പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിപ്പോൾ ഫീസ് കയറ്റുന്നത് ഇന്ന് പറഞ്ഞോളൂ. ഞാൻ എൻ്റെ മൊബൈലിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ പിള്ളേരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ വില ഒറ്റയടിക്ക് കൂട്ടണമെന്ന് വെച്ചാൽ, 1 വർഷമായി കൂട്ടിയിട്ട്. ഈ വില കയറുന്നതനുസരിച്ച് പിള്ളേരുടെ അടുത്ത് പറയുമ്പോൾ പിള്ളേർക്ക് അതൊന്നും പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ ക്ലീനിങ് ചാർജ് സ്റ്റാഫിന് തന്നെ അവർ 100 രൂപ കൂട്ടണതാണ്. ഓരോ 100 രൂപ കൂട്ടി കഴിയുമ്പോൾ 400 രൂപ വ്യത്യാസം. ഈ മാസം 4 ക്ലീനിങ് ഉണ്ട് എനിക്ക്. ഈ വിലവർദ്ധന മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പം സൂചിപ്പിച്ച പോലെ തന്നെ ഗ്യാസ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഗ്യാസിന് വില വർദ്ധിച്ച സാഹചര്യം ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ചില സമയങ്ങളിൽ കിട്ടില്ല എന്ന് പറയും. പിന്നെ അപ്പം എവിടെന്നെങ്കിലും ഉടനൊക്കെ ഓടി നടന്നെടുക്കാറുണ്ട് നമ്മൾ കേട്ടോ. ചേട്ടാ, എങ്ങനെയാണ് വിലവർദ്ധന? വില കൂടുതലാണ്. ഇപ്പോൾ എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. വലിയ പ്രതിസന്ധി തന്നെയാണ്. പറ്റിയതാണ്. ഇപ്പോൾ ഇച്ചിരി ഡിമ്മാണ്. ഇപ്പോൾ മുട്ടക്ക് ഏകദേശം വില കുറവുണ്ട്, കമ്മിയുണ്ട്. കോഴിമുട്ടക്ക് കമ്മിയുണ്ട്. ഇപ്പോൾ 50 പൈസ വെച്ച് കുറവുണ്ട്. ഇപ്പോൾ ഒരു മുട്ടക്ക് 50 പൈസ വെച്ച് കുറവുണ്ട്. അപ്പോൾ ഈ ഓണമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് പ്രയാസമായിരിക്കും. അതെ അതെ അതെ. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുന്നു? അതാണ് വലിയ ബുദ്ധിമുട്ടാണ്. സിന്ധൂരി, ഇങ്ങനെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് എന്നതാണ്. അതായത് നമുക്ക് ആ വില വിവരങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, മട്ട അരിക്ക് 53 രൂപയുണ്ടായത് 60 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയ അരിക്ക് 42 രൂപയുണ്ടായിരുന്നത് 50 രൂപയിലേക്ക് ഉയർന്നു. സുരേഖ 49 രൂപ. പച്ചരി ആണെങ്കിൽ 29 നിന്നും 35ലേക്ക് ഉയർന്നിട്ടുണ്ട്. കുറുവേരി ആണെങ്കിൽ 35 നിന്നും 40 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചസാര, വെളിച്ചെണ്ണ, ഇവയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള വിലവർദ്ധനവ് കാണാൻ വേണ്ടി സാധിക്കുന്നു. പഞ്ചസാര 52 രൂപയായി ഉയർന്നു. വെളിച്ചെണ്ണ 240 നിന്നും 300 രൂപയായി. ഒപ്പം കേര വെളിച്ചെണ്ണ 292 രൂപയിലേക്കൊക്കെ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലും ഈ വിലവർദ്ധനവ് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ചേട്ടാ, വലിയ രീതിയിലുള്ള വിലവർദ്ധനവാണ് എല്ലാ വസ്തുക്കൾക്കും. തേങ്ങയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഹോൾസെയിൽ ചാക്ക് 58 രൂപ അല്ല. അപ്പോൾ ഇത്തവണത്തെ ഓണം പ്രയാസമായിരിക്കും. കൂടും. അടുത്ത ആഴ്ചകൾക്ക് വീണ്ടും 5 രൂപ കൂടി വരും. ഓണാകുമ്പോഴത്തേക്ക് ഇനിയും വില കൂടാൻ സാധ്യതയുണ്ട്. ഇനിയും ചാൻസ് ഉണ്ട്. ആഴ്ചയിൽ കൂടണം കേട്ടാണ്. തേങ്ങ ഇപ്പോൾ കുറവാണ്, ഡിമാൻഡും ആണ് അവിടെ തമിഴ്നാട്. സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതോടൊപ്പം ഈ സപ്ലൈകോയുടെ ഭാഗത്തൊന്നും കൃത്യമായ ഇടപെടലൊന്നും കാണാൻ സാധിക്കും. ഇതിലും വന്നിട്ടില്ല. ഉണ്ടാകണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. നമുക്കും ബുദ്ധിമുട്ടാണ്. ഒരു പരിധി കൂടി വിൽപ്പന നടക്കുകയില്ല ഇത് കൂടണം തോറും. അപ്പോൾ വിപണിയിൽ സർക്കാർ കൃത്യമായി ഇടപെടണം എന്നാണ് പറഞ്ഞിരുന്നത്. അതെ അതെ, ഇടപെടണം. നിലവിൽ അങ്ങനത്തെ ഒരു സമീപനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇല്ല. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ ഇതിൽ ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്.
സിന്ധൂരി, ഇനിയും ഈ വസ്തുക്കൾക്ക് വില കൂടിയേക്കാമെന്നാണ് ഇവിടെയുള്ള കച്ചവടക്കാരൊക്കെ തന്നെയും പറയുന്നത്. അവർ പറയുന്ന പ്രധാനമായ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നതാണ്. അതായത് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ സപ്ലൈകോ വഴി ഇത്തരം അവശ്യ വസ്തുക്കളൊക്കെ ചെറിയ വിലയ്ക്ക് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത്തരം തീരുമാനത്തിലേക്ക്, അതായത് ഈ വസ്തുക്കളൊന്നും നൽകാനുള്ള ടെൻഡർ വിളിക്കുവാനുള്ള നടപടികളിലേക്ക് പോലും സർക്കാർ എത്തിയിട്ടില്ല എന്നതാണ് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. അതേസമയം തന്നെ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് LDF സർക്കാരിൻ്റെ കാലത്തെ കാര്യങ്ങളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓണം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇത്തരത്തിൽ വില കയറുന്നതൊക്കെ തന്നെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി സർക്കാരിന് സാധിച്ചിരുന്നു. പൊതുവിപണിയിൽ കൃത്യമായ രീതിയിൽ ഇടപെടാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സപ്ലൈകോ വഴി ഈ അവശ്യ വസ്തുക്കൾ, അതായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് 13 ഇനം അവശ്യ വസ്തുക്കളൊക്കെ തന്നെ ചെറിയ തുകയ്ക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അതായത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അന്നത്തെ ആ സർക്കാരിന് സാധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഏകദേശം 20 മുതൽ 30% വരെ വിലക്കുറവിൽ ഈ വസ്തുക്കളൊക്കെ തന്നെയും, പച്ചക്കറികളാണെങ്കിലും അരികളാണെങ്കിലും അത്തരം സാധനങ്ങളൊക്കെ തന്നെയും നൽകാൻ വേണ്ടി അന്നത്തെ സർക്കാരിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല. വലിയ രീതിയിൽ വില വർദ്ധിക്കുന്നു. അത് വെളിച്ചെണ്ണ, അരി, പച്ചക്കറികൾ, അങ്ങനെ എല്ലാ ഇനം വസ്തുക്കൾക്കും വലിയ രീതിയിൽ വില വർദ്ധിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴും കേരളത്തിലെ, അതായത് സംസ്ഥാന സർക്കാരിന് കൃത്യമായ രീതിയിൽ ഇടപെടാനോ സപ്ലൈകോ വഴി അവശ്യ വസ്തുക്കൾ ചെറിയ തുകയ്ക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനോ സാധിക്കുന്നില്ല. അതുതന്നെയാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. ഇങ്ങനെ വില വർദ്ധിക്കുകയാണെങ്കിൽ, അതായത് ഇനി ഓണത്തിലേക്ക് ഇനിയും ദിവസങ്ങളുണ്ട്, കുറച്ച് ദിവസങ്ങളാണെങ്കിലും ദിവസങ്ങളുണ്ട്, അപ്പോഴേക്കും വീണ്ടും വില വർദ്ധിച്ചേക്കാം. അപ്പോൾ സാധാരണക്കാർക്ക് ഇത്തവണത്തെ ഓണം വലിയ പ്രയാസമായിരിക്കും. നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നത് വലിയ പ്രയാസമായിരിക്കും എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണുള്ളത്. സിന്ധൂരി.